ചേരുന്നത്. വെൽക്കം ടു റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ്. ശ്രീ MT രമേശ്, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി. സ്വാഗതം ശ്രീ MT രമേശ്. ഗുഡ് മോർണിംഗ്. ഞാൻ MV നികേഷ് കുമാർ, ഉണ്ണി ബാലകൃഷ്ണൻ, സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി എന്നിവരാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏതായാലും ആരെയും കാണാൻ പറ്റില്ല, നിങ്ങളുടെ സ്വരം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തായി ഒരുക്കങ്ങളൊക്കെ? പ്രധാനമന്ത്രി ഇന്ന് എത്തുകയല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ ഈ ഒരു മാസത്തിനിടയിൽ രണ്ടാമതും സ്വീകരിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ ആവേശവും ആത്മവിശ്വാസവും പാർട്ടി പ്രവർത്തകന്മാർക്കാകെയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കൊച്ചിയിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലാണ് ആദ്യം പങ്കെടുക്കുക. അതിനുശേഷം നാളെ രാവിലെ ഗുരുവായൂർ ഹെലിപ്പാഡിൽ അദ്ദേഹം വരുമ്പോൾ അവിടെയും വലിയ സ്വീകരണം ഏറെ വെളുപ്പിന് തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 5:30-6 മണിയോടുകൂടി ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിലെത്തും. അത്ര രാവിലെ തന്നെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പാർട്ടി പ്രവർത്തകന്മാർ തയ്യാറായിട്ടുണ്ട്. അതിനുശേഷം തൃപ്രയാർ സന്ദർശനത്തിനെത്തുമ്പോൾ തൃപ്രയാറിലും പാർട്ടി പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിൽ അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ വലിയ സമ്മേളനത്തെ അഭിവാദനം ചെയ്യുന്നത്. ഈ പരിപാടികളെല്ലാം കേരളത്തിലെ BJP സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്രവർത്തനത്തിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കാകെ ആത്മവിശ്വാസം നൽകുന്നതാണ്. പൊതുവെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിന് പ്രയോജനകരമായിട്ടുള്ളൊരു സന്ദർശനമായിരിക്കും പ്രധാനമന്ത്രിയുടേത് എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. രമേശ്, നോക്കൂ, സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചിരുത്തി കേരളത്തെ എങ്ങനെയാണ് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നത് സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വാർത്താലേഖകരോട് പറഞ്ഞത് സംയുക്ത സമരം ഇനിയിപ്പോൾ UDF ആലോചിച്ചിട്ട് വേണമെന്നുള്ളതാണ്. അത് തള്ളിക്കളയുന്നില്ല പ്രഥമ ദൃഷ്ട്യ. അപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ ഒരു മാസത്തിൽ 2 വട്ടം വരുന്നുണ്ടെങ്കിലും പാർട്ടി പരിപാടികൾക്കാണ് വരുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾ പക്ഷേ ആ നിലയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് കേരളത്തിലെ ഭരണപക്ഷത്തിന് നേരത്തെ അഭിപ്രായം ഉണ്ടതായി. ഇപ്പോൾ പ്രതിപക്ഷവും അതേക്കുറിച്ച് കൺവിൻസ്ഡായി വരികയാണ്. ശ്രീ MT രമേശ്, പ്രധാനമന്ത്രി ഓരോ പ്രാവശ്യവും കേരളത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന് കൈനിറിയ സമ്മാനങ്ങളുമായിട്ട് തന്നെയാണ് അദ്ദേഹം വരുന്നത്. ആകെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നത്, കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ വന്ന സമയത്ത് സർക്കാർ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനു മുമ്പ് വരുമ്പോഴൊക്കെ സർക്കാർ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ആ സർക്കാർ പ്രോഗ്രാമുകളെല്ലാം കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. ഈ പ്രാവശ്യം പോലും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 2 പ്രധാനപ്പെട്ട വലിയ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയോജനം കേരളത്തിന് കൂടി, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വികസനം എന്ന് പറയുന്നത് കേരളത്തിന് കൂടി പ്രയോജനകരമായിട്ടുള്ള വികസനമാണ്. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കും ഉതകുന്ന നിരവധി പദ്ധതികൾ ഇതിനു മുമ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം നാളെയും പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിക്കുന്നതിൽ ഞങ്ങൾ വലിയ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം ഏതാനും മാസങ്ങൾക്കപ്പുറത്തുള്ളൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള ഒരു മത്സരമാണല്ലോ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ മത്സരത്തിൽ ഈ 2 കൂട്ടരും ഒരു മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തിയാൽ അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. അവർ ഒരുമിക്കുക തന്നെ വേണം. VD സതീശനും പിണറായി വിജയനും ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോം തീർത്ത് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എതിരായിട്ടുള്ള പ്രചരണത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഇവിടെ യഥാർത്ഥമായ മുഖമെന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ളത്, കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പോയി ചർച്ച നടത്താത്തത്? അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രി ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തട്ടെ. അപ്പോഴാണല്ലോ സത്യം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായിട്ടൊക്കെ തന്നെയും വിവിധ തലങ്ങളിൽ കൂടിയാലോചന. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രിയെ KN ബാലഗോപാൽ ചെന്ന് കണ്ടു. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ഇടവേളയിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് സംഭവിക്കാത്തതുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഫെഡറൽ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന പരാതി ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ ഒരു സംസ്ഥാനം പോകുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വരട്ടെ നികേഷേ. ആരാണ് സാമ്പത്തികമായി ഞെരുക്കുന്നത്?
ഇവർ പറയുന്നത് ഇവരുടെ ആഗ്രഹങ്ങളാണ്. കേരളത്തിന് പല ആഗ്രഹങ്ങളുണ്ടാകും. ഞങ്ങൾക്ക് ഇത്ര പണം കിട്ടണമെന്ന് കേരളത്തിന് ആഗ്രഹമുണ്ടാകാം. കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് കേന്ദ്രത്തിന് കൂടുതൽ പണം കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. പക്ഷേ ആഗ്രഹങ്ങളല്ലല്ലോ, രാജ്യത്തിലെ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലേ കേന്ദ്ര സർക്കാരിന് പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കില്ല. നിയമം അനുശാസിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. കേരളത്തിന് അവകാശപ്പെട്ട ഏതെങ്കിലും ഒരു പണം കേന്ദ്രം നിഷേധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ കേസ് വരുമ്പോൾ കേരളം പറയട്ടെ, അതിന് കേന്ദ്രത്തിന്റെ കയ്യിൽ മറുപടിയുണ്ട്. നമുക്ക് സുപ്രീം കോടതി കേസ് വരുമ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. പലയാവർത്തി കേന്ദ്ര ധനകാര്യമന്ത്രി വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിന് ചില പണം കിട്ടാത്തത്. അതിന്റെ മറുപടി ഇതുവരെ കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അതിൽ ആ കണക്ക് കൊടുക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് സാധിക്കാതെ പോകുന്നത്? സമയത്തിന് അപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് സാധിക്കാതെ പോകുന്നത്? ചില പദ്ധതികൾ, ചില ഹെഡ്സിൽ വരുന്ന പണത്തെക്കുറിച്ചാണ് MT രമേശ് പറയുന്നത്. അതേക്കുറിച്ച് തർക്കമുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോളൂ, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വിഹിതം 3.6 ആയിടത്തു നിന്ന് 1.9 കുറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ പകുതി വിഹിതം കുറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ നികുതി പിരിവിൻ്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും എടുത്തു കളയുകയാണല്ലോ GST വന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. GST നഷ്ടപരിഹാരം ഒരു 5 വർഷം കൂടി നീട്ടണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം ശരിയാണ്. 5 വർഷമാണല്ലോ ആദ്യം സമ്മതിച്ചിരുന്നത് എന്ന് ഒരുപക്ഷെ BJPക്ക് വേണ്ടി വാദിക്കുന്ന MT രമേശിന് പറയാനുണ്ടാവുമായിരിക്കും. പക്ഷേ ആ ഘട്ടത്തിൽ നമ്മളൊന്ന് GST നടപ്പിലാക്കിയത് ശാസ്ത്രീയമായിട്ടായിരുന്നില്ല എന്നുള്ളത്, 2 കോവിഡ് കാലഘട്ടം, ഇതൊക്കെ മുൻനിർത്തിയാണ് ഒരു 5 വർഷം കൂടി ആവശ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിഹിതം നിങ്ങളുടെ പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള നീതി ആയോഗ് സംവിധാനം വന്നതിന് ശേഷമാണ് കൂടുതലായി വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊന്നും ഒരു മലയാളി എന്നുള്ള നിലയിൽ രമേശിനെ പോലുള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. നമ്മുടെ പകുതി പണമാണ് നഷ്ടപ്പെടുന്നത്. അല്ല, നമ്മുടെ പണം നഷ്ടപ്പെടുകയല്ലല്ലോ നികേഷ് ചെയ്യുന്നത്. നമ്മുടെ ധനവിനിയോഗത്തെ സംബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് പ്രധാനം. കേരളത്തിൻ്റെ നികുതി വരുമാനം എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അല്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളൊക്കെ GST വന്നതിന് ശേഷം അവരുടെ ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കാര്യമായിട്ടുള്ള ശ്രമം നടത്തി. GSTയുടെ നഷ്ടപരിഹാരം കേരളത്തിന് മാത്രമല്ലല്ലോ ബാധകമാകുന്നത്. GST നഷ്ടപരിഹാരത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കണമെങ്കിൽ GST കൗൺസിലാണ് ആ തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാദത്തിന് വേണ്ടി നിങ്ങളുടെ വാദം ഞാൻ സമ്മതിക്കാം. നമ്മുടെ GSTയുടെ നഷ്ടപരിഹാരം എന്നുള്ളത് 5 വർഷത്തേക്കുള്ളത് 5 വർഷം കൊണ്ട് അവസാനിച്ചു. ഇനിയും കുറച്ചു കാലം കൂടി വേണമെന്നുണ്ടെങ്കിൽ കേരളം ചെയ്യേണ്ടത് GST കൗൺസിലിനകത്തൊരു സമവായം ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? പുറത്ത് കൊടിപിടിക്കുകയല്ലല്ലോ വേണ്ടത്, പത്രസമ്മേളനം നടത്തുകയല്ലേ വേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഈ GST കൗൺസിലിനകത്ത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളോട് യോജിക്കുന്ന മറ്റേതെങ്കിലും വേണ്ടത്? BJP സർക്കാരുകളുടെ പോലും ആവശ്യം, അതായത് സംസ്ഥാനം ഭരിക്കുന്ന മറ്റ് BJP സർക്കാരുകളുടെ പോലും ആവശ്യം GST നഷ്ടപരിഹാരം കൂട്ടണമെന്നാണ്. ആ ഒരു സമവായത്തിലേക്ക് GST കൗൺസിൽ എത്തുന്നില്ലല്ലോ. GST കൗൺസിലിനകത്ത് കേന്ദ്ര സർക്കാരിന് ഒരു അപ്പർ ഹാൻഡ് ഇല്ല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും തന്നെ GST കൗൺസിലിനകത്ത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. GST കൗൺസിൽ പലപ്പോഴും തീരുമാനമെടുക്കുന്നത് വോട്ടിനിട്ട് പോലുമല്ല, ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ സമവായത്തിലേക്ക് എത്താൻ GST കൗൺസിലിനകത്ത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളം സഹകരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വിഹിതം കുറയുന്നത് അതൊരു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമല്ലല്ലോ. കേന്ദ്ര മന്ത്രിസഭയുടെയോ കേന്ദ്ര സർക്കാരിന്റെയോ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണോ? ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ചാണ്. നമുക്ക് ഈ സംസ്ഥാന BJP രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് വന്നാൽ, ഇപ്പൊ 2 ആഴ്ചത്തെ ഇടവേളയിൽ 2ാം തവണയാണ് തൃശ്ശൂരിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. ആദ്യം അവിടെ ഒരു വലിയ വനിതാ സമ്മേളനം നടത്തുന്നു. ഇപ്പോൾ യാദൃശ്ചികമായിരിക്കാം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂരാണ്. പക്ഷേ അദ്ദേഹം സന്ദർശിക്കാൻ തിരഞ്ഞെടുത്ത ക്ഷേത്രം തൃപ്രയാറാണ്, തൃശ്ശൂർ തന്നെയാണ്. കൊച്ചിയിൽ അദ്ദേഹം റോഡ് ഷോ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോഴും ഒരു ശ്രദ്ധ വലിയ രീതിയിൽ പിന്നെ കേന്ദ്ര നേതൃത്വം നൽകുന്നൊരു മണ്ഡലമായി തൃശ്ശൂർ മാറുന്നുണ്ട്. അപ്പോൾ ഇക്കുറി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രയോറിറ്റി മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണോ? ഒരു സീറ്റ് അത് തൃശ്ശൂരിൽ നിന്ന്, ഇതാണോ ലക്ഷ്യം BJPയുടെ? ഞങ്ങളങ്ങനെ ഏതെങ്കിലും ഒരു സീറ്റ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരേപോലെയാണ് ഞങ്ങളുടെ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. അതിലൊരു കാര്യം ശരിയാണ്, ചില പാർലമെന്റ് മണ്ഡലങ്ങളിൽ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരണം, കുറച്ചുകൂടി ഞങ്ങൾക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നുള്ളത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. ആ അർത്ഥത്തിൽ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ
2-3 തെരഞ്ഞെടുപ്പുകൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഞങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച്, അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിനുശേഷം വന്നിട്ടുള്ള 2021 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകളിലും കമ്പാരറ്റീവ്ലി തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച സുരേഷ് ഗോപി അതിനുശേഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന് കുറച്ചുകൂടി 2019 തെരഞ്ഞെടുപ്പില് വലിയ വോട്ട് വർധനയുണ്ടാക്കിയ മണ്ഡലമാണ് ആറ്റിങ്ങൽ. ആ മണ്ഡലത്തിലെ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വി മുരളീധരൻ്റെ മണ്ഡലം, ഇപ്പോൾ അദ്ദേഹം കേന്ദ്ര മന്ത്രിയുമാണ്. അപ്പോൾ അവിടെയും വളരെ പ്രാധാന്യത്തോടുകൂടി പ്രവർത്തനം നടത്തേണ്ടതാണ്. നരേന്ദ്രമോദിയുടെ ഒരു സാന്നിധ്യം ഉണ്ടായാൽ വലിയ ഗുണം ചെയ്യേണ്ടതാണ്. അവിടേക്കൊന്നും അദ്ദേഹം വരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ചോദിക്കട്ടെ. കഴിഞ്ഞ ദിവസം മലയാള മനോരമയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. വടകരയിൽ MT രമേശ് ഇപ്രാവശ്യം മത്സരിക്കും. MT രമേശിൻ്റെ പേരാണ് വടകരയിൽ ഉള്ളത് എന്നും കേൾക്കുന്നു. അപ്പോൾ താങ്കൾ മത്സര രംഗത്തുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവിടെയും താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ നരേന്ദ്രമോദി വരണമെന്ന്. അല്ല, ആദ്യം ഞാൻ എൻ്റെ കാര്യം പറയാം. ഒന്ന്, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലേക്ക് BJP ഇതുവരെ കടന്നിട്ടില്ല. ഏതായാലും എന്നെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾക്ക് വസ്തുതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം. രണ്ടാമത്തെ കാര്യം, അല്ല, മത്സരരംഗത്തുണ്ടാവോ? മറ്റു മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദി വരുന്നില്ല, അതിനെക്കുറിച്ച് തീരുമാനം എടുത്തിട്ടില്ല. ഒന്ന്, ആര് മത്സരിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണല്ലോ. ഞങ്ങൾ സാധാരണ പൊതുവെ BJP സ്വീകരിക്കുന്ന സമീപനം കുറച്ചുപേർ മത്സരിക്കുകയും കുറച്ചുപേർ മത്സരരംഗത്ത് മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ മത്സരരംഗത്തുണ്ടായിരുന്നു. 2019 നല്ല പെർഫോമർ ആയിരുന്നു. പത്തനംതിട്ടയിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥിയായിരുന്നു MT രമേശ്. ഇപ്പം വടകരയിലേക്കാണ് പരിഗണിക്കുന്നതെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ചില മാധ്യമങ്ങൾ അങ്ങനെ വടകര സ്വന്തം നാടുമാണ്. ഇത്തവണ പത്തനംതിട്ടയിലേക്ക് സുരേന്ദ്രനാണ്. ആ വാർത്തകൾക്കൊന്നും ഉമ്മനത്തെ ആലോചിക്കുന്നു. ഇല്ലെങ്കിൽ PC ജോർജുമായി ധാരണയുണ്ടായാൽ PC ജോർജ് മത്സരിക്കും. അല്ല, പറഞ്ഞോളൂ MT രമേശ് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഈ വാർത്തകളൊക്കെ കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ പല വാർത്തകളും വരും, പലരുടെ പേരിലും വരും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് വസ്തുതയുമായിട്ടൊരു ബന്ധമില്ല. ഒന്ന്. രണ്ടാമത്തെ, ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല. ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണല്ലോ ആരൊക്കെ മത്സരിക്കണം, എവിടെ ആരൊക്കെ മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനം. അതിലെ ഞങ്ങൾ കടന്നിട്ടില്ല. ഫെബ്രുവരി അവസാനത്തോടു കൂടി ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നരേന്ദ്രമോദി മറ്റു സ്ഥലത്ത് വരുന്നില്ല. അദ്ദേഹം പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വരും. ശരി, ശ്രീ MT രമേശ്, ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് എത്രത്തോളം ഇത്തവണ ഇവിടെ നേടിയെടുക്കാൻ സാധിക്കും? ഇപ്പോൾ ഇന്നലെ സുരേഷ് ഗോപി മാതാവിന് കിരീടമണിയിക്കുന്നു. അത് മണിപ്പൂരിലെ പാപക്കറ തീർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് TN പ്രതാപൻ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ മണിപ്പൂരിൽ എന്താണ് ചെയ്തതെന്നും മണിപ്പൂരിൽ പ്രധാനമന്ത്രി എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവ വിശ്വാസികളെ അവിടെ അവരെ അരമനകളിൽ ചെന്ന് കണ്ട് അല്ലെങ്കിൽ വീടുകളിൽ സമ്മാനങ്ങൾ നൽകി ക്രിസ്മസിന് പ്രത്യേകം വിരുന്നൊരുക്കി ഒക്കെ ഒരു പിന്തുണ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, മണിപ്പൂരിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള കോൺഗ്രസ് ആണ് പാപപരിഹാരം ചെയ്യേണ്ടത്. പാപപരിഹാരം ചെയ്യാത്തതിൻ്റെ അവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് തൊട്ടടുത്ത മിസോറാമിൽ കോൺഗ്രസ് നിലംപരിശായി പോയത്. മണിപ്പൂർ എന്നുള്ള വിഷയം ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തി, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ച് സംസ്ഥാനം മിസോറാമാണല്ലോ. കാരണം മിസോറാം തൊട്ടടുത്ത സംസ്ഥാനമാണല്ലോ. നമ്മൾ കേരളം എത്രയോ കാതമിങ്ങാണ്. തൊട്ടടുത്ത സംസ്ഥാനത്തെ ജനങ്ങൾക്കാണല്ലോ അവിടുത്തെ യഥാർത്ഥ വിവരങ്ങൾ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയുക. കോൺഗ്രസ് അത് കാര്യമായി പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ കോൺഗ്രസ് നിലം തൊട്ടില്ല. ഞങ്ങളെക്കാൾ പിറകിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട്. അതുകൊണ്ട് പാപപരിഹാരം നടത്തേണ്ടത് തെറ്റായിട്ടുള്ള വ്യാജ പ്രചരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുള്ള കോൺഗ്രസ് ആണ് പാപപരിഹാരം നടത്തേണ്ടത്. പിന്നെ കാലാകാലമായിട്ട് കോൺഗ്രസ് ഒക്കെ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്. ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വസ്തുതകൾ എന്താണ് എന്ന് ക്രിസ്ത്യൻ സഹോദരന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ടായി. ഞങ്ങൾ പ്രചരണത്തിലല്ല വിശ്വസിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇപ്രാവശ്യം ക്രിസ്മസിന് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഭവനങ്ങൾ പോയിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൻ്റെ പ്രതിഫലനം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമ്മളൊരു വാർത്തയുടെ പിന്നാലെ പോകുമ്പോഴോ ഒരു ആൾക്കൂട്ടത്തിൻ്റെ വികാരം മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്
ഓരോ വീടുകളിലും പോയിട്ട് അവരുമായി ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം പഴയതുപോലല്ല, അവർക്ക് കാര്യങ്ങൾ ബോധ്യമാകുന്നുണ്ട്. ഈ രാജ്യത്തെമ്പാടും ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു സൂചന അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. ആ സൂചനക്കനുസരിച്ച് അവർ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ആ തരത്തിലുള്ളതാണ്. നോക്കൂ ശ്രീ എം ടി രമേശ്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സമാധാനിക്കാൻ വേണ്ടി പറയാം, തൊട്ടടുത്ത സംസ്ഥാനമല്ലേ മിസോറാം, മിസോറാമിൽ കോൺഗ്രസിന് ഒരു സീറ്റല്ലേ കിട്ടിയുള്ളൂ എന്ന്. പക്ഷേ മിസോറാമിൽ സംഭവിച്ചത് എന്താണ്? എൻ ഡി എയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള മിസോ നാഷണൽ ഫ്രണ്ടിന് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ശരിയാണ്, കോൺഗ്രസിന് അവിടെ സംഘടനാപരമായ ദൗർബല്യം കാരണം സീറ്റ് മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അതുപോലെയാണോ കേരളം? കേരളം സംഘടനാപരമായി കോൺഗ്രസിന് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. ക്രിസ്ത്യൻ വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പമായിരുന്നു നിലകൊണ്ടിരുന്നത്. ഇപ്പോൾ 2016, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ഇടതുപക്ഷത്തേക്ക് മെല്ലെ ചായുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലുള്ള ട്രെൻഡ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ മണിപ്പൂരിന് മുമ്പ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ കൺസോളിഡേഷനിലേക്ക് പതുക്കെ പതുക്കെ ബി ജെ പി പോകുന്നു എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷെ മണിപ്പൂരിന് ശേഷം ഇപ്പോൾ നമ്മൾ രമേശും ഞാനും ഒക്കെ തന്നെയും നമ്മൾ ബിഷപ്പുമാരുമായും ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായും ഒക്കെ സംസാരിക്കുന്നവരാണല്ലോ. അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നിങ്ങൾ പോകുമ്പോഴൊക്കെ നേരത്തെ ഉണ്ടായിരുന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ രമേശ് ബി ജെ പിക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ടോ? ഒരു വിരോധം ബി ജെ പിയോട് രൂപപ്പെട്ടിട്ടില്ലേ, പ്രത്യേകിച്ച് മണിപ്പൂരിന് ശേഷം? അല്ല, അതിൽ ഒരു പാതി ഞാൻ സമ്മതിക്കാം. ഇപ്പം മണിപ്പൂർ വിഷയത്തിന് ശേഷം ആ മണിപ്പൂർ വിഷയം കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിച്ച സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് വാർത്തകൾ ആ തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ബി ജെ പിയോട് ഒരു അകൽച്ച ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ ആ സമയത്ത് ചെയ്തിട്ടുള്ളത് ഒരു തരത്തിൽ പ്രകോപനത്തിനും ഞങ്ങളാരും പോയിട്ടില്ല. അനാവശ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കേരളത്തിലെ ബി ജെ പി ലീഡർഷിപ്പ് പോയിട്ടില്ല. വരുന്ന വാർത്തകൾക്ക് മറുപടി പറയാനോ ആ വാർത്തകൾക്ക് അതേപോലെ തിരിച്ചു വാർത്തകൾ കൊടുക്കാനോ ഒന്നും ഞങ്ങൾ തയ്യാറായിട്ടില്ല. ഞങ്ങൾ അന്ന് ചെയ്തിട്ടുള്ളത് ഈ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള വളരെ ആത്മസംയമനത്തോടുകൂടി സമാധാനപരമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. ആ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമുണ്ട് എന്നുള്ളതാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ദിവസത്തിൽ ഞങ്ങൾ 10 ദിവസം തിരഞ്ഞെടുത്തു. ക്രിസ്മസ് ആയ ദിവസം മാത്രമല്ല, ക്രിസ്മസിന് മുമ്പും ക്രിസ്മസിന് ശേഷവും 10 ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തു. ആ 10 ദിവസം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആ തെറ്റിദ്ധാരണ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട്. ഞങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറാകുന്നു. പ്രത്യേകിച്ചും ഈ പ്രാവശ്യം ക്രിസ്മസ് ദിനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടന്നിട്ടുള്ള ക്രിസ്മസ് വിരുന്ന്, അതിൻ്റെ വലിയൊരു പ്രതിഫലനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ ഒരു ചെറിയ ശതമാനം ക്രിസ്ത്യൻ സമൂഹം മാത്രമേ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സഹോദരന്മാരിലേക്ക് മെല്ലെ മെല്ലെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 0-ൽ നിന്ന് ഒരു 3-4 ശതമാനത്തിലേക്ക് എത്തുന്നത് ചെറിയ കാര്യമല്ല കേരളത്തിൽ. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം സംഘടിതമായിട്ട് UDF-നോ LDF-നോ വോട്ട് ചെയ്തിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ശതമാനത്തിൻ്റെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ നീക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രതിഫലനം തന്നെയാണ് എന്ന് ഞങ്ങളുടെ വിശ്വാസം. സുജിയക്ക് ചോദ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അനുബന്ധ ചോദ്യമായതുകൊണ്ട് ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. നോക്കൂ, ഇവിടെ തൃശ്ശൂരേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2ാമത്തെ തവണയും വരുന്നു ഒരു മാസത്തിനുള്ളിൽ. നേരത്തെ രമേശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ക്രിസ്ത്യൻ വോട്ടുകൾ 30% ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് നമുക്കറിയാം. നോക്കൂ രമേശ്, മണിപ്പൂരിൽ നിങ്ങൾ പറയുന്നത് പോലെ അത് ക്രിസ്ത്യൻ ഹിന്ദു വിഷയമല്ല, അതൊരു വംശീയ പ്രശ്നമാണ് എന്ന് തന്നെയാണല്ലോ ബി ജെ പി പറയുന്നത്. ഞാൻ വാദത്തിന് വേണ്ടി അതും സമ്മതിക്കാം, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതും സമ്മതിക്കാം. നോക്കൂ, ആ സംസ്ഥാനത്ത് കലാപം നിന്ന് കത്തിയിട്ട് പ്രധാനമന്ത്രി അവിടെ ചെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇവിടുത്തെ തൃശ്ശൂരിലെ 30% വോട്ട് വേണം. പ്രധാനമന്ത്രി ഒരു മാസം 2 തവണയാണ് വരുന്നത്, അതും ഒരു കല്യാണത്തിന്. എങ്ങനെയാണ് ഇത് നിങ്ങൾ ന്യായീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക? നികേഷ്, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഒന്ന്, മണിപ്പൂരിലെ വംശീയ കലാപമാണ്, ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് എന്നത് വാദത്തിന് വേണ്ടി നികേഷ് സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വാദമല്ല, അതൊരു സത്യമാണ്.
കാരണം അതിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിപ്പൂരിലെ ഒരു ബിഷപ്പിന്റെ തന്നെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ. മണിപ്പൂരിലെ ബിഷപ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഹിന്ദു ക്രിസ്ത്യൻ കലാപമല്ല, ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണ് എന്ന്. അതിനുശേഷം അതിനെക്കുറിച്ച് അന്വേഷണം വന്നു. ആ അന്വേഷണത്തിൽ പിടിക്കപ്പെടുന്ന തെളിവുകൾ, അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇതൊക്കെ വസ്തുതകൾ വളരെ വ്യക്തമാണ്. ആ കലാപത്തിന് പിറകിൽ, ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിന് പിറകിൽ എന്റെ ചോദ്യത്തിന്റെ ഊന്നൽ അവിടെയല്ല. എന്റെ ചോദ്യത്തിന്റെ ഊന്നൽ എന്ന് പറയുന്നത് ശ്രീ എം ടി രമേശ്, വംശീയ കലാപം നടക്കുന്നിടത്ത് പ്രധാനമന്ത്രി പോകില്ല എന്നില്ലല്ലോ. അഹമ്മദാബാദിൽ ക്രിക്കറ്റ് കളിയിൽ തോറ്റ ഇന്ത്യക്കാരെ സമാധാനിപ്പിക്കാൻ, സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോകാൻ പ്രധാനമന്ത്രിക്ക് സമയമുണ്ട്. വംശീയ കലാപം നടക്കുന്നിടത്ത് പോകാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. അല്ല, പ്രധാനമന്ത്രി എവിടെ പോകണം എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ഒരു തീരുമാനമാണല്ലോ. അതിപ്പോ ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്ന് ഞാനും നികേഷിനും പറയാൻ സാധിക്കില്ല. എനിക്ക് പറയാം, മണിപ്പൂരിൽ ഞാൻ ഒരു വോട്ടറാണ്. ആ കലാപം അടിച്ചമർത്താൻ വേണ്ടി അല്ല, പറയുന്നതിന് കൂടെ കുഴപ്പമൊന്നുമില്ല, അത് തീരുമാനമാവണമെന്നില്ലല്ലോ. പറയൽ ആർക്കും അറിയാം, ഇത് ജനാധിപത്യമല്ലേ. പക്ഷേ മണിപ്പൂരിൽ ചെയ്യേണ്ടത് ക്രമസമാധാന പാലനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ്. അതിനുവേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധീകരിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ 3 ദിവസം അവിടെ പോയി താമസിച്ച് ക്യാമ്പ് ചെയ്ത് ആ കലാപം അടിച്ചമർത്തിയത്. മണിപ്പൂരിനെ കലാപത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ വാചാലമാകുമ്പോൾ മണിപ്പൂരിൽ 6 മാസവും 1 വർഷവും 2 വർഷവും നീണ്ടുന്ന കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് അധികം കാലം പുറകോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളൊരു 5 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള കലാപം ഏതാണ്ട് 1 വർഷം നീണ്ടുന്ന കലാപമാണ്. ഒരു കേന്ദ്രമന്ത്രിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതായത് UPA ഗവൺമെന്റ് 10 വർഷം മുമ്പ് UPA ഗവൺമെന്റ് കാലത്ത്. അപ്പോൾ അങ്ങനെ ചരിത്രമൊക്കെയുണ്ട്. ഈ പ്രാവശ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ പോയി, അത് കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായിട്ടാണല്ലോ, പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ അദ്ദേഹം പോകുന്നത്. അവിടെ പോയി 3 ദിവസം താമസിച്ചു. എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്തു. ആദ്യമായിട്ടാണ് കലാപകാരികളായിട്ടുള്ള ആളുകളുമായിട്ടൊരു സർക്കാർ ചർച്ച നടത്തുന്നത്, ആദ്യമായിട്ടാണ്. അമിത്ഷാ അവിടെ എല്ലാവരുമായി ചർച്ച നടത്തി. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സന്ദർശനം അത് ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, രണ്ടാമത്തത് രാഷ്ട്രീയ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രധാനമന്ത്രിക്ക് സാധിക്കും. ഒരു കാര്യം ഞാൻ നികേഷെ പറയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്തും നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ സമയത്തും അദ്ദേഹത്തിനെതിരായിട്ട് വലിയ ഒരു വിചാരണ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ വിചാരണകളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നത്. ഇപ്പോഴും രാജ്യത്തിലെ 68% ആളുകളുടെ പിന്തുണയോടുകൂടി അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നത്. അപ്പോൾ നമുക്ക് എതിർക്കാനും നമ്മുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വല്ലാത്ത വിശ്വാസത്തിലേക്ക് നമ്മൾ പോകരുത്. അതെ, ജനങ്ങൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട്. ശ്രീ എം ടി രമേശ്, പ്രധാനമന്ത്രി കൊച്ചിയിലും തൃശ്ശൂരിലും എത്തുമ്പോൾ ഇവിടെ മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ള ആളുകളുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ? മണിപ്പൂരിലോ പോയില്ല, എന്നാൽ കേരളത്തിൽ വലിയ രീതിയിൽ ഇപ്പോൾ ശ്രീ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ വലിയ രീതിയിൽ ഈ മണിപ്പൂർ ചർച്ചയാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് LDFും UDFും ആ വിഷയം ഉയർത്തുന്നുമുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്താനുള്ള പദ്ധതിയുണ്ടോ? ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് പ്രോഗ്രാമിൽ അത് ഉൾപ്പെട്ടു വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്ന സമയത്ത് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യൻ സഭാ നേതൃത്വവുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. ആ യോഗത്തെക്കുറിച്ച് ആ യോഗം കഴിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള സഭാ മേലധ്യക്ഷന്മാർ തന്നെ വളരെ കോഡിലായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അവരെല്ലാവരും അവർ സംതൃപ്തരാണ് എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്ന് നടത്തിയ സമയത്തും സഭാ നേതൃത്വത്തിൻ്റെ പ്രതിനിധികൾ ഡൽഹിയിലുണ്ടായിരുന്നു. അവിടെ വെച്ചും ചർച്ചകൾ നടന്നിരുന്നു. ഈ പ്രാവശ്യം കൊച്ചിയിൽ വരുമ്പോൾ അത്തരം ചർച്ചകളുടെ ഷെഡ്യൂളൊന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് തീരുമാനിക്കുന്നത് BJPയുടെ സംസ്ഥാന നേതൃത്വം, ഞങ്ങളാരുമല്ല. അത് സഭാ നേതൃത്വത്തിന്റെ പ്രധാനമന്ത്രിയെ ശരിയാണ്. ശ്രീ എം ടി രമേശ്, ഞാൻ ചോദിക്കാൻ കാര്യമുണ്ട്. തൃശ്ശൂരിൽ നിങ്ങൾ വളരെയേറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണെങ്കിൽ അവിടെയുള്ള ക്രൈസ്തവ വോട്ടുകൾ അത്രയും പ്രധാനമാണല്ലോ. മണിപ്പൂർ ഒരു വിഷയമാണ് കേരളത്തിൽ. അത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തിയോ? മറ്റിടങ്ങളെക്കാൾ ചർച്ചയാകുന്നുണ്ട് മണിപ്പൂർ കേരളത്തിൽ. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങൾ പ്രധാനമന്ത്രിയെ ആരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ സുജയ. പ്രധാനമന്ത്രി ഒരു 24 മണിക്കൂറും അദ്ദേഹം സദാ ജാഗ്രതയോടുകൂടി ഈ രാജ്യത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കേവലം ഒരു ഡേ ടൈമിൽ മാത്രം
രാഷ്ട്രീയ പ്രവർത്തനമോ ഭരണകാര്യങ്ങളോ നടത്തുന്ന കാര്യമല്ല. അദ്ദേഹം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അദ്ദേഹത്തെ പോലെ ഈ രാജ്യത്തിലെ ചെറിയ ചെറിയ രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവും നമ്മുടെ രാജ്യത്ത് ഇന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടും പോകാത്തതാണോ അപ്പോൾ തൃശൂർ മണിപ്പൂരിൽ? പാർലമെന്റ് മണ്ഡലത്തെ മാത്രം ശ്രീ എം ടി രമേശ്, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം പോകേണ്ട ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സന്ദർഭത്തിൽ പോകും. എപ്പോഴാണ് ആ സന്ദർഭമാവുക? അല്ല, മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോകുന്നതിനേക്കാൾ പ്രധാനം മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാസങ്ങളും വർഷങ്ങളും എടുത്ത കലാപം ഈ പ്രാവശ്യം ഒരു 3 മാസം കൊണ്ട് കലാപം അടിച്ചമർത്താനും മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും സാധിച്ചത് കേന്ദ്ര ഗവൺമെന്റ് ശക്തമായിട്ടുള്ള ഇടപെടലാണ്. അവിടെ പട്ടാളത്തെ വിന്യസിച്ചു. മണിപ്പൂരിൽ പട്ടാളവും പോലീസും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സമാധാനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവിടെ പോയി. അതിനുശേഷം ബന്ധപ്പെട്ട ചില മന്ത്രിമാരെ അവിടേക്ക് അയച്ചു. കലാപകാരികളുമായിട്ട് ചർച്ച നടത്താൻ ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടേക്ക് നിയോഗിച്ചു. അങ്ങനെ സൈനികമായിട്ടുള്ള നടപടികളിലൂടെ, രാഷ്ട്രീയമായ നടപടികളിലൂടെ, ഭരണപരമായ നടപടികളിലൂടെ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പലരെയും മണിപ്പൂരിൽ അയച്ചുകൊണ്ട് സമാധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രി നിലക്ക് ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ ചുമതലയാണ്. പിന്നെ മണിപ്പൂർ എപ്പോഴാണ് സന്ദർശിക്കേണ്ട സമയമാകുമ്പോൾ പ്രധാനമന്ത്രി സന്ദർശിക്കും. ശരി, ശ്രീ എം ടി രമേശ്, ഈ അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രമേശിനോട് ഒരു കാര്യം കൂടി പൂർത്തിയാക്കൂ. അല്ല, ഞാൻ തൃശ്ശൂരിനെ കുറിച്ച് കൊണ്ടു പറയാം. തൃശ്ശൂരിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നിർണായകമായിട്ടുള്ള പദവിയുണ്ട്, നിർണായക റോളുണ്ട്. അത് തൃശ്ശൂരിലെ എല്ലാ വോട്ടർമാരെ പോലെ തന്നെയാണ് ഞങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തെയും കാണുന്നത്. ഞങ്ങൾ എല്ലാ വോട്ടർമാരോടും ഞങ്ങൾക്ക് നൽകാനുള്ള തൃശ്ശൂരിൻ്റെ സന്ദേശം, തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനം. കഴിഞ്ഞ 5 വർഷക്കാലം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധിയേക്കാൾ കൂടുതൽ തൃശ്ശൂരിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് സുരേഷ് ഗോപിയും BJPയുമാണ് എന്നുള്ള കാര്യം അവിടുത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗം വോട്ടർമാരുടെയും മനസ്സിൽ ഒരേപോലെ ഞങ്ങൾ എത്തിക്കും. അതിന്റെ റിസൾട്ടാണ് തൃശ്ശൂരിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ശരി, ഞാനൊരു വ്യക്തിപരമായ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ താങ്കൾ ഈ തൃശ്ശൂരിന് വലിയ ഊന്നൽ നൽകുന്നത് കണ്ടു. ഈ കരുവന്നൂർ പ്രശ്നത്തിന്റെ സമയത്തൊക്കെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ ഈ പദയാത്രയുടെയൊക്കെ മുഖ്യ സംഘാടകനായി താങ്കളെ ഞാൻ കാണുകയുണ്ടായി. അടുത്ത കാലത്ത് രമേശിനെ വളരെ സജീവമായി ദൃശ്യമാധ്യമത്തിൽ കണ്ടത് ഈ കരുവന്നൂർ സംഭവത്തിന്റെ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. നോക്കൂ, എം ടി രമേശ് സംസ്ഥാനത്ത് BJP അധ്യക്ഷനാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു നേതാവ് തന്നെയാണ്. വളരെ ഊർജ്ജസ്വലനായ BJPയുടെ വക്താവായിരുന്നു. പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി നിന്ന് ആ പാർട്ടിയെ പ്രതിരോധിച്ചിട്ടുള്ള ആളാണ്, ആ പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആളാണ്, വളരെ വോക്കലായ നേതാവായിരുന്നു. ഇപ്പം താങ്കൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇടയ്ക്ക് വലിയൊരു വിവാദത്തിൽ താങ്കൾ അകപ്പെടുകയും ചെയ്തു, അല്ലേ? മെഡിക്കൽ കോളേജ് കോഴ വിവാദം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പുറത്തു നിന്നാരും എം ടി രമേശിനെതിരെ ഉന്നയിച്ചതല്ല, അത് അകത്തു നിന്ന് തന്നെ രൂപപ്പെട്ടതാണ് എന്ന പരാതി താങ്കൾക്ക് അക്കാലത്തുണ്ടായിരുന്നു. ഞാൻ അന്ന് താങ്കളെ അഭിമുഖം ചെയ്തിട്ടുള്ള ആളുമാണ്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. സുരേന്ദ്രൻ ഇപ്പം അങ്ങനെ നോക്കുമ്പം CK ജാനുവിൻ്റെ പിന്നെ വിവാദത്തിലാണെങ്കിലും അതുപോലെ തന്നെ കുഴൽപ്പണ വിവാദത്തിലാണെങ്കിലും ഒക്കെ സുരേന്ദ്രനും പെട്ടിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ആ ഒരു പഴയ വീര്യമൊന്നും രമേശിൻ്റെ ഈ സംസ്ഥാന നേതൃതലത്തിൽ കാണുന്നില്ല. രമേശ് സൈഡ് ലൈൻഡ് ആണോ പാർട്ടിയിൽ? ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു അഭിപ്രായമുണ്ടോ ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സൈഡ് ലൈനാണ് എന്നുള്ളത്? കാരണം ഞാൻ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് എന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ചുമതലകളും കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ചാനൽ ചർച്ചകളിൽ സജീവമാകാത്തതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ ആളുകൾ വരികയാണ്. പുതിയ ആളുകൾ വരുമ്പോൾ ഞാനൊക്കെ ഒരു 10-20 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്ന കല. നിങ്ങൾ ഈ പാനലിസ്റ്റുകൾക്ക് തന്നെ ശ്രീ നികേഷ് കുമാറിൻ്റെ ഇന്ത്യ വിഷന്റെ ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. നികേഷ് ഏഷ്യാനെറ്റിലുള്ള സമയത്തും ഞാൻ ഏഷ്യാനെറ്റ് ചർച്ചകൾക്ക് വന്നു. അപ്പോൾ ഒരു 10-20 വർഷമായിട്ട് ചർച്ചകൾ പങ്കെടുത്താണ്. എല്ലാ കാലത്തും നമ്മൾ തന്നെ ചർച്ചയ്ക്ക് പോവുക എന്നുള്ളത് ഒരു അഭംഗിയുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ വരണം. പുതിയ ആളുകൾ വരണമെങ്കിൽ പഴയ ചില ആളുകൾ മാറിക്കൊടുത്താലല്ലേ പുതിയ ആളുകൾ വരികയുള്ളൂ. ഇന്ന് ധാരാളം ചെറുപ്പക്കാർ, BJP സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ളത് ധാരാളം പുതിയ ചെറുപ്പക്കാർ BJPയുടെ പാനലിസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാനും സജീവമാകാനും ഒരു അവസരം ഉണ്ടാവണം. എല്ലാ കാലത്തും ഞാനത് പറഞ്ഞത് വളരെ വോക്കലായ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ചാനൽ ചർച്ചകൾ സജീവമായിരുന്നു എന്നുള്ള അങ്ങയുടെ ഭൂതകാലമാണ്. 20 വർഷത്തിന് ശേഷവും അങ്ങ് ഇവിടെ വന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങോട്ടേക്കല്ല ഈ ചർച്ച പോകുന്നത്. എൻ്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട നേതാവായിരുന്നു എം ടി രമേശ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. എൻ്റെ ഇൻഫർമേഷനും അങ്ങനെ തന്നെയാണ്.
പക്ഷേ അവിടെ നിന്നൊക്കെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. കരുവന്നൂർ പോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു. തൃശ്ശൂർ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ലോക്സഭാ പട്ടികയിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് താങ്കൾ വരാതിരിക്കാം, ആ കാര്യമൊന്നും അറിയില്ല. പക്ഷേ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള രൂപപ്പെട്ടു വന്നിട്ടുള്ള വിഭാഗീയതയും സമവാക്യങ്ങളും ഒക്കെ താങ്കളെ ഒരു അരികിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തലെങ്കിൽ അതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ഒരിക്കലും എനിക്കങ്ങനെ അതിനോട് യോജിപ്പില്ല. കാരണം ഉണ്ണി, ഞാനൊരു കാര്യം പറയാം. BJPയെ സംബന്ധിച്ചിടത്തോളം BJP രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ശരിയാണ്, സംസ്ഥാന അധ്യക്ഷനായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, BJPയിൽ കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്ന BJPയുടെ സംസ്ഥാന നേതൃനിരയിലുള്ള വ്യക്തിയാണ് ഞാൻ. ഈ പാർട്ടി ഏറ്റവും കൂടുതൽ പരിഗണന എനിക്ക് തന്നിട്ടുണ്ട് എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 4-4.5 വർഷക്കാലമായിട്ട് ശ്രീ സുരേന്ദ്രൻ പ്രസിഡന്റായ ശേഷം സുരേന്ദ്രന് കൂടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് ഏറ്റവും മാന്യമായിട്ടുള്ള പരിഗണനയും അർഹതകൾക്കപ്പുറത്തുള്ള പരിഗണനയും കിട്ടിയെന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ പ്രധാനപ്പെട്ട ധാരാളം പരിപാടികൾ നടന്നപ്പോൾ അതിൻ്റെയൊക്കെ മുഖ്യ ചുമതലയിലേക്ക് എന്നെ പാർട്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടുന്ന അംഗീകാരമാണല്ലോ. ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പങ്കെടുത്ത 2 വലിയ പരിപാടികൾ, ആ 2 പരിപാടികളുടെയും സംഘടനാ ചുമതല ശ്രീ സുരേന്ദ്രൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് പാർട്ടിക്കും സംസ്ഥാന അധ്യക്ഷനും എന്നിലുള്ളൊരു വിശ്വാസമല്ലേ അത് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്നു. ആ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് നടത്താൻ സാധിച്ചു, ഞങ്ങളുടെ ടീമിന് നടത്താൻ സാധിച്ചു, തൃശ്ശൂരിൽ ഞങ്ങളെല്ലാവരും കൂട്ടാൻ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനകരമാണ്. അപ്പൊ അതുകൊണ്ട് പാർട്ടി വലിയ വലിയ പരിപാടികൾ നടത്തുമ്പോൾ അതിന്റെ ചുമതല എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എന്നിലുള്ള വിശ്വാസമല്ലേ. ശ്രീ MT രമേശ് ഇപ്പോൾ ദില്ലിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ദില്ലിയിൽ എന്താണ് പരിപാടി, വെളിപ്പെടുത്താവുന്നതാണോ? അപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്ത പരിപാടിയൊന്നുമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ഞങ്ങൾ മുഴുവൻ ഭാരതത്തിലെയും ഒരു മീറ്റിംഗ് നടക്കുകയാണ്. മൊത്തം പാർലമെന്റ് മണ്ഡലങ്ങളിലെ 4-5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ വെച്ചുള്ള ക്ലസ്റ്ററുകളായി ഞങ്ങൾ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലസ്റ്റർ ഇൻചാർജുമാരായിട്ടുള്ള ഏതാണ്ട് 100-200ഓളം പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ ഭാരതത്തിലുമുണ്ട്. അവരുടെ ഒരു മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ എന്നോടൊപ്പം മറ്റ് ജനറൽ സെക്രട്ടറിമാരും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ്. മീറ്റിംഗ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് ഒരു 100 ദിവസത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ 100 ദിവസത്തെ റോഡ് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ശ്രീ അമിത്ഷാജിയും ശ്രീ നഡ്ഡാജിയും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ തിരക്കിനിടയിൽ നമുക്കൊപ്പം രാവിലെ ചേർന്നതിന് എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് സമ്പന്നമാക്കി. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ വളരെ ഒരുപാട് സാധ്യതകളുള്ള ഒരു നേതാവാണ് MT രമേശ്. പിന്നെ മാത്രമല്ല സാധ്യതകൾ പാർട്ടി ഉപയോഗിക്കുന്നു പ്ലസന്റ് ആയിട്ടുള്ള എന്ന് എനിക്കും അഭിപ്രായമില്ല കേട്ടോ. എനിക്കും അഭിപ്രായമില്ല. നിങ്ങളൊക്കെ ഈ എപ്പോഴും ഈ K സുരേന്ദ്രൻ MT രമേശ് അടി വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അത് അടിയുടെ പ്രശ്നമല്ലപ്പാ. തുടങ്ങിയ കാലം മുതൽ രമേഷുമായിട്ടൊക്കെ വളരെ വ്യക്തിപരമായ ബന്ധമുണ്ട്. രമേഷ് വളർന്നു വരുന്നത് കണ്ടിട്ടുള്ള ആളാണ്. രമേഷ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ട ആളാണ്. അദ്ദേഹത്തെ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ അർത്ഥത്തിൽ കേരളത്തിലെ ഈ പറഞ്ഞ യുവ നേതാക്കളുടെ നിരകളിൽ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാവ് തന്നെയാണ്. സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം സുരേന്ദ്രൻ കണ്ട പ്രതിയോഗിയാണ് MT രമേശ്. പക്ഷെ ഇപ്പോ അവർ തമ്മിൽ അങ്ങനെ കരുതുന്നില്ലെന്ന് MT രമേശ് തന്നെ പറഞ്ഞു. സാർ വീണ്ടും എന്ത് പറയുന്നു എന്നുള്ളതല്ലോ. പക്ഷേ MT രമേശ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അദ്ദേഹത്തെ നമുക്ക് അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോ MT രമേശും സുരേന്ദ്രനും തമ്മിലൊരു റാപ്പോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അപ്പൊ വളരെ വളരെ വലിയ ശ്രീ MT രമേശ് സൗഹൃദത്തെ കുറിച്ച് കൂടി നികേഷ് സാറോടൊന്ന് പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അല്ല, ഇപ്പൊ അതിലെ ഇപ്പോ എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് വെട്ടണം. റാപ്പ് ഉണ്ട്, കറക്റ്റ്, എപ്പോഴും. അപ്പോൾ എന്നും എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ. അപ്പൊ എല്ലാ ഭാവുകങ്ങളും ശ്രീ MT രമേശ്. വളരെ നന്ദി ശ്രീ. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.